Hello everyone. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു സ്കൂൾ ഡേ ഇൻ മൈ ലൈഫ് എന്നൊക്കെ പറയാൻ പറ്റിയൊരു വ്ളോഗായിട്ടാണ്. ഇന്ന് മുഹറം 10 അപ്പോൾ നോമ്പ് പ്ലസ് സ്കൂളാണ്. അപ്പോൾ ഇന്നത്തെ വ്ളോഗായിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. അപ്പോൾ ഈ വ്ളോഗ് അവസാനം വരെ കാണാം. അപ്പോൾ ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ അത് ഞാൻ പുലർച്ചയ്ക്ക് നീച്ചിട്ടുണ്ട്. അപ്പോൾ 10 കഴിക്കാൻ നീച്ചതാണ്. അപ്പോൾ ഫുഡ് എന്താ വെച്ചാൽ ചോറും ചിക്കൻ കറിയും ചിക്കൻ പൊരിച്ചതുമാണ്. അങ്ങനെ പിന്നെ ഞാൻ ഫുഡൊക്കെ കഴിച്ച് ബാങ്ക് കൊടുത്ത് നിസ്കരിച്ച് പിന്നെ കുറച്ച് നേരം കഴിഞ്ഞതിൻ്റെ ശേഷം ഇങ്ങനെ പുറത്തൊക്കെ ഇറങ്ങി. പിന്നെ എന്താ വെച്ചാൽ സ്കൂളിലുകൊണ്ട് തന്നെ യൂണിഫോം ഇസ്തിരിടാനൊക്കെ ഉണ്ട്. പിന്നെ ഇന്നലെ നോമ്പായതുകൊണ്ട് രാത്രി എനിക്ക് എന്തൊക്കെ ഒരു മടിയും ക്ഷീണം കൊണ്ട് ഞാൻ പുസ്തകമൊന്നും എടുത്ത് വെച്ചിട്ടില്ല. അപ്പോൾ ബുക്കൊക്കെ ബാഗിലോട്ട് ആക്കി വെക്കുകയാണ്. അപ്പോൾ ഇതാ ബൂബു ഇവിടെ ഇങ്ങനെ കിടക്കുന്നുണ്ട്. എനിക്ക് പിടിച്ചു വെച്ചിട്ട് എൻ്റെ അടുത്ത് വരുന്നില്ല. അങ്ങനെ ഞാൻ പിന്നെ യൂണിഫോമൊക്കെ മാറ്റി കുളിച്ച് മാറ്റി വരികയാണ്. അപ്പോൾ ഇതാണ് എൻ്റെ സ്കൂൾ യൂണിഫോം. ഇതിന് മുമ്പത്തെ വീഡിയോസൊക്കെ കണ്ടവരാണെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പം ഞാൻ ഇനി ഏതായാലും സ്കൂളിലോട്ട് പോകാൻ വേണ്ടി മാറ്റാണ്. അപ്പോൾ അതാ ഞാൻ ടോണറൊക്കെ ഇട്ട് പിന്നെ അങ്ങനെ കുറച്ച് ക്രീമൊക്കെ തേച്ച് മാറ്റാണ്. ഞാൻ സത്യം പറഞ്ഞാൽ ഒരു ഗെറ്റ് റെഡി വിത്ത് മീ വീഡിയോ വിടണ്ട്. അപ്പോൾ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് എന്തൊക്കെയാണ് യൂസ് ചെയ്യുന്നതെന്നൊക്കെ വിടണ്ട് ഗൈസ്. അങ്ങനെ ഞാൻ മേക്കപ്പ് ഒക്കെ ഇട്ട് കഴിഞ്ഞിട്ടുണ്ട്. സ്കിൻ കെയർ ഒക്കെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ യൂണിഫോമൊക്കെ മഫ്തൊക്കെ ഇട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി ഏതായാലും എനിക്ക് സ്കൂളിൽ പോകണം. അപ്പോൾ അതാ ലിയ ബൂവും കൂടി ഇവിടെ ഇരുന്ന് ചാർജർമേൽ കളിക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ ഞാൻ ഈ സ്കൂളിൽ പോയിട്ട് വരാം ഗൈസ്. അങ്ങനെ ഞാൻ തിരിച്ചെത്തിയിരിക്കുകയാണ്. അപ്പോൾ അതാ സ്കൂൾ വിട്ട് വന്ന ക്ഷീണമാണ്. പിന്നെ നോമ്പാണല്ലോ, അപ്പോൾ ചെറിയ ക്ഷീണമൊക്കെ കാണുമല്ലോ. ആ ചെറിയ ക്ഷീണം എനിക്ക് ഉണ്ട്. അപ്പോൾ ഞാൻ ഫേസ് വാഷൊക്കെ ഇട്ട് മുഖം നന്നായിട്ട് കഴുകാൻ അപ്പോൾ അങ്ങനെ ഞാൻ മുഖമൊക്കെ കഴുകി. ഞാൻ എന്തോ ഒരു ഹാലിലാണ് നിൽക്കണത്. എനിക്ക് ആ ക്ഷീണം ചെറുതായിട്ട് പിടിച്ചിട്ടുണ്ട്. എന്നെ വെറുതെ അടിക്ക് വയ്യ. ഞാൻ നോമ്പ് വെച്ചു. വിട് 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 വിട്. നിങ്ങളൊക്കെ സ്കൂൾ എങ്ങനെ പോകുന്നു കമൻറ്റ് ചെയ്യുക. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് നോമ്പൊക്കെ നോറ്റ് സ്കൂളിൽ പോകാൻ. പിന്നെ ഇതാണ് ഞങ്ങളുടെ ഇഫ്താർ ടേബിൾ അങ്ങനെയൊക്കെ പറയും. സത്യം പറഞ്ഞാൽ എൻ്റെ ഉപ്പ പറഞ്ഞു എന്നോട് ഫുഡൊന്നും വീട്ടിലുണ്ടാക്കണ്ട, ഞാൻ കൊണ്ടുവരും പറഞ്ഞു. അങ്ങനെ ഇതാ ഇപ്പോൾ ബാങ്ക് കൊടുക്കാൻ നേരമായിട്ടും വീട്ടിലേക്ക് ഫുഡ് എത്തിയിട്ടില്ല. ബിരിയാണി കൊണ്ടുവരാമെന്ന് പറഞ്ഞു. പിന്നെ ഫ്രൂട്ട്സൊക്കെ ഇട്ട് വരാമെന്ന്. ലാസ്റ്റ് ഇപ്പോൾ വന്നില്ല. അങ്ങനെ ഞങ്ങൾ ഇപ്പോൾ വരാൻ നേരം വയ്ക്കുക. അപ്പം ബാങ്ക് കൊടുത്തപ്പോൾ ഞാൻ ജസ്റ്റ് വെള്ളം കുടിച്ച് നോമ്പായിരുന്നു. പിന്നെ അങ്ങനെ ഞങ്ങളിങ്ങനെ വെയിറ്റ് ചെയ്യാണ്. ഫുഡ് വരണ പഴിച്ച് വിശന്ന് നിൽക്കുകയാണ്. അപ്പം എന്തോ ഒരു അന്തും കുന്തും ഇല്ലാത്തൊരു നിൽപ്പാണ്. അങ്ങനെ ഇപ്പോൾ പിന്നെ ബിരിയാണി ആയിട്ട് വന്നപ്പോൾ ഉമ്മ തൈരൊക്കെ ഉണ്ടാക്കുകയാണ്. പിന്നെ ഫ്രൂട്ട്സൊക്കെ കൊണ്ടുവന്നേനും. പിന്നെ ഞങ്ങൾ ആദ്യം ബിരിയാണി കഴിക്കാൻ വിചാരിച്ചു. ബൂബുവാണ് ഇവിടെ കട്ടൊക്കെ വെയിറ്റ് ഇട്ട് നോമ്പറക്കാൻ. മൂപ്പരക്കൊക്കെ തിന്നാൻ കിട്ടുമല്ലോ. ആ വലിയ പ്ലേറ്റ് ആയിട്ട് കാത്തിക്കാണ്. വിശന്നിട്ട് കണ്ണ് കാണണില്ലേ. അങ്ങനെ ഞാൻ എന്തോ ഒരു രീതിയിൽ ഫുഡൊക്കെ കഴിക്കുകയാണ്. അങ്ങനെ ഞാൻ പിന്നെ മേലെ വന്നിട്ടുണ്ട്. എൻ്റെ സ്റ്റഡി ടേബിൾ എങ്ങനെയുണ്ട് നിങ്ങൾ കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഞാൻ വാൾപേപ്പർ എൻ്റെ സ്റ്റഡി ടേബിൾ മേലെ ഒട്ടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ വ്ളോഗല്ല ഒരു ഷോർട്ട് വീഡിയോ ഞാൻ ചാനൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ അത് പോയി കാണുക. അപ്പോൾ അതാ ഞാൻ TV കണ്ടുകൊണ്ട് എഴുതുമ്പം ജസ്റ്റ് TV ഒക്കെ കാണാമല്ലോ, പഠിക്കണ പോലെയല്ലോ. അപ്പോൾ ഇതേപോലെ ഇന്നെപ്പോലെ ചെയ്യണവരുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. അപ്പോൾ അതാ ഞാൻ പിന്നെ ഫേസ് ബാക്കൊക്കെ ഇടാണ്. അപ്പോൾ ഇന്നത്തെ വ്ളോഗ് ഇത്ര തന്നെയുള്ളൂ. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടം സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും ബൈ.